പ്രിയനടന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് ആരാധകർ. അത്ര വലിയ രോഗമല്ല, എന്നിട്ടും ജീവനും ജീവിതവുമായ സിനിമയിൽ നിന്ന് 6 മാസത്തോളം ഇടവേളയെടുത്തെങ്കിൽ അതൊരു ചെറിയ രോഗവുമായിരിക്കില്ല. ഒടുവിൽ ആ പരീക്ഷയും പാസ്സായി 74-ാം വയസ്സിലും ചുറുചുറുക്കോടെ മമ്മൂട്ടി തിരിച്ചെത്തുമ്പോൾ സിനിമാ പ്രേക്ഷകർക്ക് അതിൽ പരം ആഘോഷവും ആനന്ദവും വേറെ എന്താണ്? മമ്മൂട്ടി എന്ന അഭിനേതാവിനെ മലയാളികൾക്ക് മടുക്കാത്തതിന് ഒരു കാരണമുണ്ട്. അയാളിലെ നടനിൽ ഒരിക്കലും ആവർത്തന വിരസത അനുഭവപ്പെട്ടിട്ടില്ല. തൻ്റെ കയ്യിലേക്കെത്തുന്ന ഓരോ വേഷങ്ങൾക്കും ആ കഥാപാത്രത്തിനൊത്ത രൂപവും ഘടനയും ശബ്ദവും നൽകാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. അതൊരു മാജിക്കാണ്, പൂർണ്ണതയാണ്. ആസ്വാദനത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറം ആ കഥാപാത്രത്തെ അനായാസം പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് മമ്മൂട്ടി എന്ന നടന്റെ വിജയം. സിനിമയില്ലാത്ത 6 മാസം അദ്ദേഹം എങ്ങനെയായിരിക്കും പിന്നിട്ടതെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം സിനിമയില്ലാതെ മമ്മൂട്ടിയില്ല, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് സിനിമയില്ലാതെ പറ്റില്ല. ഒരു പക്ഷേ മമ്മൂട്ടിയെ ചികിത്സിച്ച ഡോക്ടറോട് എങ്ങനെയാണ് മമ്മൂട്ടി ഇത്ര വേഗം സുഖം പ്രാപിച്ചതെന്ന് ചോദിച്ചാൽ, മൂപ്പർക്ക് അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കണ്ടപ്പോൾ രോഗം തന്നെ സലാം പറഞ്ഞിറങ്ങിപ്പോയി എന്നാവും ചിരിച്ചുകൊണ്ട് ആ ഡോക്ടർ പറയുക. അരനൂറ്റാണ്ടോളം സിനിമ ചെയ്തിട്ടും ക്ഷീണിക്കാത്ത മമ്മൂട്ടി രോഗം പിടിപെട്ടതിന്റെ ആദ്യകാലത്ത് സുഹൃത്തായ ശ്രീരാമനോട് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നില്ലെന്നും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു. അപ്പോഴും ശ്രീരാമൻ പറയുന്നുണ്ട്, മൂപ്പരത് വലിയ പ്രശ്നമായൊന്നുമല്ല പറഞ്ഞത്, ചുമ്മാ അങ്ങനെ പറഞ്ഞു പോയെന്ന്. ശ്രീരാമനും തോന്നിയിട്ടുണ്ടാവും, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഒടുവിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു എന്ന വിവരം അറിയിക്കാൻ വിളിച്ച് അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ഇതൊക്കെ പാസ്സാകുമെന്ന് നമുക്ക് നേരത്തെ അറിയാമെന്ന് ശ്രീരാമൻ തിരിച്ചു പറഞ്ഞതും അതുകൊണ്ടാണ്. ഒരിക്കലും അഭിനയിച്ച് തളർന്നെന്നോ അഭിനയ ജീവിതം മടുത്തെന്നോ മമ്മൂട്ടി പറഞ്ഞിട്ടില്ല. കാരണം ഈ 70കളിലും മമ്മൂട്ടിയെ ക്ഷീണമില്ലാതെ പിടിച്ചു നിർത്തുന്നത് സിനിമയോടും അഭിനയത്തോടുമുള്ള അടങ്ങാത്ത തൃഷ്ണയാണ്. താൻ ഒരിക്കലും ഒരു ബോൺ ആക്ടർ അല്ലെന്ന് മമ്മൂട്ടി തന്നെ പറയുന്നു. അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ തേച്ചു മിനുക്കിയെടുത്തതാണ്. പരീക്ഷകളും പരീക്ഷണങ്ങളും പാസ്സായി തന്നെയാണ് മമ്മൂട്ടിയായത്. ക്ലാസ് കട്ട് ചെയ്ത് ചാൻസ് ചോദിച്ചു നടന്ന മുഹമ്മദ് കുട്ടി 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ മുഖം കാണിച്ചു. ശേഷം മമ്മൂട്ടിയാകുന്നത് 1980 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെയാണ്. ഏകദേശം 9 വർഷത്തെ പരീക്ഷണം. അന്ന് തുടങ്ങിയതാണ് ജയം. ഇന്നും മാറ്റമില്ലാതെ മടുക്കാതെ തുടരുന്നതാണ് മലയാളികൾക്ക് മമ്മൂട്ടി എന്ന നടൻ. ജയങ്ങൾ മാത്രമല്ല, തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങി തകർന്ന് സിനിമാ രംഗം വിടേണ്ടി വരുമെന്ന ഘട്ടത്തിലൂടെ മമ്മൂട്ടി കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞെന്ന് കരുതിയിരിക്കുമ്പോൾ ദേ 1.5 കാലിലൊരു ജി കൃഷ്ണമൂർത്തി തനിക്ക് നേരെ നടന്നു വരുന്നു. മലയാള സിനിമയിലെ താരസങ്കല്പങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് 1987 പുറത്തിറങ്ങിയ ന്യൂഡൽഹി എന്ന സിനിമയിലൂടെയുള്ള തിരിച്ചുവരവ്. ന്യൂഡൽഹി കണ്ട ശേഷം പ്രിയദർശൻ അന്ന് സ്ക്രീനിൽ തിളങ്ങി നിന്ന മോഹൻലാലിനെ വിളിച്ചു പറഞ്ഞു, ഇതാ മമ്മൂട്ടി തിരിച്ചു വരാൻ പോകുന്നു. കോവിഡിന് മുൻപുള്ള ചിത്രങ്ങളിലും മമ്മൂട്ടി സമാനമായ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇത്തവണ കൃഷ്ണമൂർത്തിക്ക് പകരം തിരിച്ചെത്തിയത് ഭീഷ്മപർവത്തിലെ മൈക്കിളപ്പനായാണ്. കസേരയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന മൈക്കിളപ്പനിൽ അടുത്ത ടെസ്റ്റും പാസ്സായ മമ്മൂട്ടിയെ കാണാം. വിധേയനിലെ ഭാസ്കര പട്ടേലർ, പാലേരി മാണിക്യത്തിലെ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജി, സൂര്യമാനസത്തിലെ പുട്ടുറുമീസ്, വടക്കൻ വീരഗാഥയിലെ ചന്തു ചേകവർ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തീരാത്ത മമ്മൂട്ടി കഥാപാത്രങ്ങൾ നിരവധിയാണ്. ശരീരഭാഷയിലൂടെയും ചലനങ്ങളിലൂടെയും സംസാര ശൈലികളിലൂടെയും എന്തിന് നോട്ടത്തിലൂടെ പോലും തന്നിലേക്കെത്തിയ കഥാപാത്രങ്ങളെ അഭ്രപാളിയിൽ അനശ്വരമാക്കടൽ. രോഗം ഭേദമായി തിരിച്ചെത്തുന്ന മമ്മൂട്ടിയെ കാത്തിരിക്കുന്നത് ചിത്രങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ്. ആദ്യം ചേരുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിലായിരിക്കും. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മമ്മൂട്ടി രോഗബാധിതനായതും ചികിത്സയ്ക്കായി മാറി നിൽക്കുന്നതും. ഇതിനുശേഷം ഫാലുമിയിലൂടെ ശ്രദ്ധേയനായ നിതീഷ് സഹദേവ് ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കും. കോമഡി ആക്ഷൻ റോണറിലുള്ള ചിത്രമാണിത്. അൻവർ റഷീദിനൊപ്പവും ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലും മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യാൻ അമൽ നീരദും പദ്ധതിയിട്ടിട്ടുണ്ട്. അതേസമയം നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യത്തിലോ റിലീസ് ചെയ്യും. ശരീരത്തിന് മാത്രമേ വയസ്സാകുന്നുള്ളൂ, ചിന്തകൾക്ക് വയസ്സാകുന്നില്ല എന്ന് പറയുന്ന മമ്മൂട്ടി അതിരുകളില്ലാതെ സിനിമ എന്ന മാന്ത്രിക ലോകത്തെ സ്വപ്നം കാണുകയാണ്.
അഴുക്കു പിടിച്ചാൽ ഒരു മടിയും കൂടാതെ ഇനിയും എൻ്റെ അഭിനയത്തെ തേച്ചുമിനുക്കാൻ തയ്യാറാണെന്ന് മമ്മൂട്ടി തന്നെ പറയുന്നു. സിനിമയിലും ജീവിതത്തിലും ടെസ്റ്റുകൾ ഓരോന്നും പാസ്സായി മമ്മൂട്ടി തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിലെത്തുന്ന അദ്ദേഹത്തിന്റെ പുതിയ മുഖങ്ങൾ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.